السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولجميع المؤمنين والمؤمنات. വഖഫിന് വാചകം വേണം, ഈജാബ് വേണം. മുമ്പ് പാഠത്തിൽ ബൈഅിൻ്റെ ഒക്കെ പാഠത്തിൽ പറഞ്ഞില്ലേ ഈജാബ് വേണമെന്ന്. പക്ഷെ അവിടെ മുഅത്താത്ത് മതി എന്നൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. വാങ്ങലും കൊടുക്കലും വാചകമില്ലെങ്കിലും കൈമാറലും കൈപ്പറ്റലും മതി, എന്നാലും കച്ചവടം, സലമ്, ഇജാറത്ത് അതൊക്കെ സ്വഹിയാകുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ വഖഫിൽ അത് പോരാ, വഖഫ് ചെയ്തു എന്ന് തന്നെ പറയണം. ഏതൊക്കെയാണ് അതിൻ്റെ വാചകങ്ങൾ? വഖഫ്തു, സബ്ബൽതു, ഹബ്ബസ്തു കഥ അലാ കഥ, അർളി മൗഖൂഫ, എൻ്റെ ഭൂമി വഖഫാണ്. ഔ വഖഫുൻ അലൈഹി, വഖഫ് അർളി വഖഫുൻ അലൈഹി പറഞ്ഞാൽ മസ്ജിദിനോ അലാ സൈദിനൊക്കെ. അപ്പം ഇനി തസദ്ദഖ്തു ബി കഥ അലാ കഥ എന്ന് പറഞ്ഞാലോ? അത് മാത്രമല്ല പറഞ്ഞത്, തസദ്ദഖ്തു ബി കഥ അലാ കഥ, ഇന്നത് ഞാൻ ഇന്ന ആളുടെ മേൽ സ്വതക്ക ചെയ്തു. സ്വതക്കത്തൻ മുഹറമത്തൻ എന്ന് പറഞ്ഞാലും അത് പറ്റും. മുഹറമായ സ്വതക്ക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ. അല്ലെങ്കിൽ സ്വതക്കത്തൻ മുഅബ്ബദ, കലാകാലവും നിലനിൽക്കുന്ന സ്വതക്ക എന്ന് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ സ്വതക്കത്തൻ ലാ തുബാഉ, വിൽക്കാൻ പറ്റാത്ത സ്വതക്ക. അല്ലെങ്കിൽ ലാ തൂഹബു, വെറുതെ കൊടുക്കാൻ പറ്റാത്ത സ്വതക്ക. ഔ ലാ തൂറസു, അനന്തരമടിപ്പിക്കാത്ത സദഖ എന്നൊക്കെ കൂട്ടിയിട്ട് തസദ്ദഖ്തു ബി കഥ അലാ കഥ എന്ന് പറഞ്ഞാലും ഫസ്വരീഹുൻ, അത് വഖഫിൻ്റെ വ്യക്തമായ വാക്കാണ്. ഫിൽ അസ്വഹി, പ്രബലമായ പ്രായത്തിൽ. അപ്പോൾ കുറേ വാക്കുണ്ട്. വഖഫ, വഖഫത്തു, ഞാൻ വഖഫ് ചെയ്തു, മലയാളത്തിൽ പറഞ്ഞാൽ മതി. ഇപ്പം സബ്ബൽത്തു എന്ന് പറഞ്ഞാലും മുസബ്ബലി എന്ന് പറഞ്ഞാൽ അതാണ് പൊതു സ്വത്ത്. ഹബ്ബസ എന്ന് പറഞ്ഞാൽ തടഞ്ഞിട്ടു എന്നല്ലേ. വേറെയും സ്വരീഹായ പദങ്ങളുണ്ട്. ഒമിന സൊറാഇഹി ഖൗലുഹു ജഅൽതു ഹാദൽ മക്കാന മസ്ജിദൻ, ഈ സ്ഥലം ഞാൻ പള്ളിയാക്കി എന്ന് പറഞ്ഞാൽ ഫയസ്സിറു ബിഹി മസ്ജിദൻ. ഞാൻ അവിടെ ലില്ലാഹിന്നോ ഒന്നും പറയണമെന്നില്ല, പള്ളിയാക്കി എന്നാണ് പറഞ്ഞാൽ മതി. വൈല്ലം യഖുൽ ലില്ല എന്ന് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല. വല അതാബി ഷൈഇ മിമ്മാ മറ, നേരത്തെ പറഞ്ഞ മറ്റു വാക്കുകളൊന്നും അവൻ കൊണ്ടുവന്നില്ലെങ്കിലും ജഅൽതു ഹദാ മസ്ജിദൻ എന്ന് പറഞ്ഞാൽ പള്ളിയാവും. എന്തുകൊണ്ട്? ജനൽ മസ്ജിദിലായിക്കൂനില്ല വഖഫൻ, പള്ളി വഖഫല്ലാതെ ആവില്ലല്ലോ. അപ്പോൾ പള്ളിയാക്കിയാൽ മതി എന്ന് പറഞ്ഞാൽ മതി. ഞാൻ പള്ളിയാക്കി എന്ന് പറഞ്ഞാൽ മതി, വഖഫ് ചെയ്തു എന്ന് പറയണമെന്നില്ല. അപ്പോൾ ഞാൻ നിസ്കാരത്തിന് വേണ്ടി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാലോ അത് വഖഫാണ് എന്ന് കിട്ടി. പള്ളിയാണോ എന്ന് ചോദിച്ചാൽ അവൻ കരുതിയാലേ ആവുള്ളൂ. കിനായത്തിൻ്റെ പദമാണ്, കരുതിയാൽ മാത്രമേ ആവുള്ളൂ. അതായത് ഓൻ്റെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയെക്കുറിച്ച് ഇത് ഞാൻ നിസ്കാരത്തിന് വേണ്ടി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിനാന്നുള്ളത് ഉറപ്പായി. പള്ളിയാണോ എന്നുള്ളത് കിനായത്താണോ, അവൻ്റെ ഉദ്ദേശം ഉണ്ടെങ്കിൽ പള്ളിയാവും, അല്ലെങ്കിൽ അത് നിസ്കരിക്കുന്ന സ്ഥലം മാത്രമേ ആവുള്ളൂ. നിസ്കാര പള്ളി എന്നൊക്കെ പറഞ്ഞിട്ടില്ല, വഖഫ് ചെയ്യാത്ത ശ്രാമ്പ്യ, തൈക്കാവ്. അതേസമയത്ത് ആരുടേതുമല്ലാത്തൊരു ഭൂമിയാണ് നിൽക്കുക, അതിന് മവാത്ത് എന്ന് പറയുക, ഉടമസ്ഥരില്ലാത്ത ഭൂമി. അത് പനി നിസ്കാരത്തിനാക്കി എന്ന് പറഞ്ഞാലും പള്ളിയാകും. നോക്കൂ, വഖഫിയ്യത്തുഹു ലിസ്വലാത്തി, ഒരു സ്ഥലത്തെ നിസ്കരിക്കാൻ വേണ്ടി വഖഫ് ചെയ്യാൻ സ്വരീഹുൻ, അത് കൃത്യമായ പദമാണ്. ഫിൽ വഖഫിയ്യത്തി, വഖഫാണ് എന്നതിന്. വകിനായത്തുൻ, ഒരു സാധ്യതാ പദമാണ്. ഫി ഖുസൂസിൽ മസ്ജിദ്, അത് പള്ളിയായി പ്രത്യേകപ്പെടുത്തുന്നതിൽ. അപ്പോൾ പിന്നെ ഫലാബുദ്ധ മിന്നിയത്തിഹ, കിനായത്താകുമ്പോൾ പള്ളിയാണ് എന്നുകൂടെ കരുതിയാലേ നടക്കൂ, വഖഫാകും. ഫി ഗൈരിൽ മവാത്തി, ഉടമസ്ഥരില്ലാത്ത ഭൂമിയിൽ, ഉടമസ്ഥരില്ലാത്ത ഭൂമി അല്ലാത്തതിൽ. ഇനി ഒരു പൊളിഞ്ഞ് നശിച്ചു പോയൊരു പള്ളി ഒരാൾ നിർമ്മിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? അങ്ങനെ ഖറാബായ പള്ളി ഒരാൾ നിർമ്മിച്ചു. അങ്ങനെ അതിൻ്റെ
അങ്ങനെ അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉപകരണങ്ങളും കൂടി വഖഫ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ, വഖഫാവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ അത് അവൻ തൽക്കാലം പള്ളിക്ക് വായ്പ കൊടുത്തതാണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. അതിൻ്റെ മരങ്ങളും മറ്റും മറിച്ചൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഈ വഖഫ് ചെയ്തവൻ്റെ ആണ്. എന്തുകൊണ്ട്? അവൻ ഖറാബായൊരു പള്ളി നിർമ്മിച്ചിട്ടേ ഉള്ളൂ. ഇമാം ഖുമൂലി പറഞ്ഞു, റുയാനി എന്നവരെ തൊട്ടും മറ്റുമൊക്കെ പറഞ്ഞൊരു സംഭവം എന്താ അറിയോ? എന്താണ് പറഞ്ഞത്? മിന്ന് ബയാന ലൗ അമ്മറ മസ്ജിദ് എന്ന ഖറാബൻ, ഒരു പൊളിഞ്ഞ പള്ളി ഒരാൾ പുനർനിർമ്മിച്ചാൽ, അമ്മറ എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു, വലം യഖിഫ് ആലാത്തി, എന്നാൽ അതിൻ്റെ ആ പള്ളിയിലുള്ള ആലത്തുകൾ, മരങ്ങളും കട്ടിലും അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, ഫാനും ബൾബൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയൊക്കെ ഉള്ളത്, അതൊന്നും വഖഫ് ചെയ്തില്ല എങ്കിൽ കാനത്ത് ആരിയത്തല്ലഹു, അത് അവൻ പള്ളിക്ക് വായ്പ കൊടുത്തതായി തീരും. യർജിഉ ഫിഹാ മതാശ, അവൻ ഉദ്ദേശിക്കുമ്പോൾ അത് തിരിച്ചെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു. ഇൻതഹ, അവസാനിച്ചു. ഇനി ഒരു പള്ളിൻ്റെ ചുറ്റുഭാഗത്തും പള്ളി വിശാലമാക്കുന്നതിൻ്റെ ഭാഗമായി കെട്ടിടമുണ്ടാക്കിയാൽ അതിന് പള്ളിയുടെ ഹുക്ം ഉണ്ടാവില്ല എന്നാ. വലാ യസ്ബുതു ഹുക്മുൽ മസ്ജിദി, പള്ളിൻ്റെ ഹുക്മ് സ്ഥിരപ്പെടുകയില്ല. എന്തൊക്കെയാണ് പള്ളിൻ്റെ ഹുക്മ്? മിന്ന് ബയാൻ, ഈത്തിക്കാബ് ശരിയാവുക, ജനാബത്തുകാർക്ക് താമസിക്കൽ ഹറാമാവുക, മുഖ്സ് താമസിക്കൽ, ഇതൊന്നും സ്ഥിരപ്പെടുകയില്ല. എന്തിന്? ലിമാ, ഒരു സ്ഥലത്തിന്, ഉദീഫ, അതിനെ കൂട്ടിച്ചേർക്കപ്പെട്ടു, മിനൽ അർദിൽ മൗഖൂഫത്തി ഹൗലഹു, പള്ളിൻ്റെ ചുറ്റുഭാഗത്തും വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്ന് കൂട്ടിച്ചേർത്തുണ്ടാക്കപ്പെട്ട കെട്ടിടത്തിന് പള്ളിൻ്റെ ഹുക്മ് സ്ഥിരപ്പെടില്ല. എപ്പോഴാണത്? ഇദഹ്തീജ ഇലാ തൗസിയത്തിഹി, പള്ളി വിശാലമാക്കാൻ ആവശ്യമായപ്പോൾ, പള്ളി വിശാലമാക്കേണ്ട ആവശ്യമുണ്ടായപ്പോൾ അതിൻ്റെ ചുറ്റുഭാഗത്തും വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്ന് പള്ളിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലത്തിന് പള്ളീൻ്റെ ഹുക്മ് ഉണ്ടാവില്ല എന്ന് ആര് പറഞ്ഞു? ഷെയ്ഖ് ഇബ്നു അബി സിയാദ് റഹിമഹുള്ളയും മറ്റുമൊക്കെ ഫത്വ നൽകിയിട്ടുണ്ട്. ഏതായാലും ഇനി നേരത്തെ പറഞ്ഞ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഇമാം ഇമാമറ നേരത്തെ പറഞ്ഞതെന്ന് മനസ്സിലായി. അന്നൽ വഖഫ് ലാ യസിഹു, അപ്പം ചുരുക്കത്തിൽ പള്ളീൻ്റെ ചുറ്റുഭാഗത്തും വേറെ കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് പള്ളിയായിട്ട് വേറെ വഖഫ് ചെയ്യണം. അല്ലാതെ പള്ളീൻ്റെ ചുറ്റുഭാഗത്തും കെട്ടിടം ഉണ്ടാക്കിയാൽ വഖഫായ ഭൂമി തന്നെ ആയിരിക്കും, അത് പള്ളിയാവില്ല. അതിന് പുതിയ വഖഫ് നടക്കണം പള്ളി വിശാലമാക്കിയാൽ. ഇനി മൗലിമാരുടെ നേരത്തെ പറഞ്ഞതെന്ന് മനസ്സിലായി. അന്നൽ വഖഫ് ലാ യസിഹു ഇല്ലാ ബിലഫ്ദിൻ, വഖഫ് പദം കൊണ്ടല്ലാതെ ശരിയാവില്ല എന്ന്. വലാ യഅതി ഫീഹി ഖിലാഫുൽ മുഅത്താത്തി, കൊടുക്കൽ വാങ്ങൽ, എൻ്റെ പാടത്ത് പറഞ്ഞ കൊടുക്കൽ വാങ്ങൽ എന്നല്ല, അവിടെ പറഞ്ഞ അഭിപ്രായ വ്യത്യാസം ഇവിടെ വരില്ല. ഫലോ ബനാ ബിനാഅൻ അലാ ഹൈഅത്തി മസ്ജിദിൻ, അപ്പോൾ കൊടുക്കൽ വാങ്ങലിൻ്റെ ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. ഒരു പള്ളിൻ്റെ ആകൃതിയിൽ ഒരാൾ ഒരു കെട്ടിടം നിർമ്മിച്ചു. വാദിന ഫി ഇഖാമത്തി സ്വലാത്തി ഫീഹി, അതിന് നിസ്കാരം നിർവഹിക്കാൻ അയാൾ സമ്മതം കൊടുക്കുകയും ചെയ്താൽ അത് പള്ളിയാവില്ല. ലം യഖ്റുജ് ബിദാലിക അൻ മിൽക്കിഹി, അത് കൊണ്ട് അത് അയാളുടെ ഉടമസ്ഥതയിൽ നിന്ന് പുറപ്പെടുന്നതല്ല, ഉടമസ്ഥതയിൽ നിന്ന് പുറത്താകുന്നതല്ല. അത് അവൻ്റെ ഉടമസ്ഥതയുള്ള കെട്ടിടമാണ്, നിസ്കരിക്കേണ്ടതെന്ന് മാത്രം. ഇതുപോലെ കമാ ഇദാ ജാല മക്കാനൻ അലാ ഹയ്യത്തിന് മക്ബറത്തി, മക്ബറിൻ്റെ രൂപത്തിൽ, ശ്മശാനത്തിൻ്റെ, മക്ബറയുടെ, പള്ളിക്കാടിൻ്റെ, മുസ്ലിമീങ്ങളുടെ മക്ബറയുടെ രൂപത്തിൽ ഒരു സ്ഥലം ഒരാൾ ആക്കി. വാദിന ഫി ദഫനി, അവിടെ മറമാടാൻ സമ്മതം കൊടുത്താൽ വഖഫാവോ? ഇല്ലല്ലോ, ആവൂല, അത് ഓൻ്റെ ഭൂമിയാണ്. ഇഖ്ലാഫിമാലോ അതിന ഫിൽ ഈത്തിക്കാഫി, ഒരു സ്ഥലത്ത് ഈത്തിക്കാഫിരിക്കാൻ സമ്മതം കൊടുത്താലോ? നിസ്കരിക്കാൻ സമ്മതം കൊടുക്കണ മാതിരിയല്ല, ഈത്തിക്കാഫിരിക്കാൻ സമ്മതം കൊടുക്കണത്. ഫൈനോ യസ്വറുഹിന്ദാലിൻ്റെ മസ്ജിദ്, അങ്ങനെ സമ്മതം കൊടുക്കലോടുകൂടെ പള്ളിയാകും. നിങ്ങളെല്ലാവരും ഇവിടെ നിസ്കരിച്ചോളി എന്ന് പറഞ്ഞാൽ പള്ളിയാവില്ല, എല്ലാവരുടെ ഈത്തിക്കാഫിരുന്നോളൂ എന്ന് പറഞ്ഞാൽ പള്ളിയാവും ചെയ്യും. ഖാൽ ബഗ്വി ഫതവാഹു ലോ ഖാൽ ഖയ്യിമിൽ മസ്ജിദി, ഒരു പള്ളിൻ്റെ മേൽനോട്ടക്കാരനോട് ഒരാൾ പറഞ്ഞു, ഇദ്രിബിൽ ലബിന മിൻ അർളി, എൻ്റെ ഭൂമിയിൽ നിന്ന് ആവശ്യമായ കല്ലുകളൊക്കെ നീ വെട്ടിയെടുത്തോ. ഇദ്രിബ് അൽ ലബന മിൻ അർളി, എന്തിനു വേണ്ടി? പള്ളിക്കും വേണ്ടി. അപ്പോൾ ദറബഹു, അങ്ങനെ അയാളുടെ ഭൂമിയിൽ നിന്ന് എന്താക്കി? കല്ല് വെട്ടി, കല്ല് മുറിച്ചെടുത്തു. വബനാബിഹിൽ മസ്ജിദ, പള്ളി നിർമ്മിക്കുകയും ചെയ്താൽ സാറലഹു ഹുക്മുൽ മസ്ജിദി, അതിന് പള്ളിൻ്റെ വിധി ഉണ്ടാകും. വലൈസ ലഹു നഖ്ലുഹു, അതിനവന് പൊളിക്കാൻ പറ്റില്ല.
വലഹുസ്തിർദാദുഹു ഖബറൻ യബ്നിയ ബിഹി, നിർമ്മിക്കുന്നതിന് മുമ്പുമാണെങ്കിൽ ആ കല്ല് തിരിച്ചു വാങ്ങാവുന്നതാണ്. ഇസ്തിർദാദ് പറഞ്ഞാൽ തിരിച്ചു വാങ്ങാം. ഇമാം ബുൽഖീനി പള്ളിനോട് പോലെ തന്നെയാണ് ഫീദാലിക്കൽ ബിറുൽ മഹ്ഫൂറത്തുൽ മുസബ്ബരു പൊതുവായ കിണറും, കിണർ അൽ മഹ്ഫൂറ കുഴിക്കപ്പെട്ട ലിസ്സബീലി യാത്രക്കാരന് വേണ്ടി കുഴിക്കപ്പെട്ട കിണറും അങ്ങനെ തന്നെയാണ്. കിണർ കുഴിച്ചാൽ പിന്നെ അത് വഖഫായി മാറും. അസ്നവി ഇമാമ് പള്ളിനെയും മദ്രസനെയും റിബാത്തിനെയും ചേർത്തിട്ടുണ്ട്. റുബത്ത് എന്ന് പറഞ്ഞാൽ മുസാഫിർ ഖാനേക്കാൾ. വഖാല ഷെയ്ഖു അബൂ മുഹമ്മദിൻ വക്കദാലു അഖദ മിനന്നാസി ലേബിന ബിഹിം സാബിയത്തൻ, ആളുകളിൽ നിന്ന് ഒരാൾ പിരിവെടുത്തു ഒരു വിവാദത്തിൻ്റെ കെട്ടിടമുണ്ടാക്കാൻ. സാവിയറിനതാണ് ഒരു ആരാധനാ കേന്ദ്രമുണ്ടാക്കാൻ, അല്ലെങ്കിൽ ഒരു ഇബാത്തൻ അല്ലെങ്കിൽ യാത്രക്കാർക്ക് വിശ്രമിക്കാനുള്ള ഒരു കേന്ദ്രമുണ്ടാക്കാൻ വേണ്ടി ജനങ്ങളിൽ നിന്ന് പിരിവെടുത്തു. അങ്ങനെ പിരിവെടുത്താൽ തന്നെ ഫേസ്യൂറു കഥാലിക്ക് അത് അങ്ങനെ ആയിത്തീരുമ്പോൾ മുജറദിബിനായി നിർമ്മിക്കലോട് കൂടെ തന്നെ ഇനി എന്താക്കേണ്ടതില്ല, ഇനി വേറെ വഖഫിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം പിരിവെടുത്തതിന് വേണ്ടിയാണോ, അതിനു വേണ്ടിയാണ് നടക്കുക. മനസ്സിലാകുന്നുണ്ടാവും. പള്ളിക്ക് വേണ്ടിയാണ് പിരിവെടുത്തെങ്കിൽ പിന്നെ പള്ളി ഉണ്ടാക്കിയാൽ പള്ളി ഉണ്ടാവും. ഇനി ഒരാൾ പറഞ്ഞു എൻ്റെ ഭൂമിയിൽ നിന്ന് മരവും കല്ലും മുറിച്ചിട്ട് പള്ളി ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞാൽ പള്ളി ഉണ്ടാക്കിയാൽ തന്നെ പള്ളിയാവും. വഖഫ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. പൊളിക്കാനും പറ്റില്ല, തിരിച്ചു വാങ്ങാവാണെങ്കിൽ നിർമ്മിക്കണേ മുമ്പ്. ഓക്കെ, ഇത് വളരെ ഉപകാരപ്രദമായ ഒരു മസലയാണ്. ഇതൊന്നും കൂടെ ചില ആൾക്കാർ അഭിപ്രായം ലൈഫാക്കിയിട്ടുണ്ട്. ഫേസ്യൂർ കഥാലിക്ക് അപ്രകാരമാകും ബിമുജറദ് ബിനാഹി നിർമ്മിക്കൽ കൊണ്ട് മാത്രം. സസീ വഖഫ് മഖ്ബറത്തിൻ, മഖ്ബറ വഖഫ് ചെയ്യാം അലാ റിബാത്തിൻ, ഒരു സൂഫിയാക്കളുടെ കേന്ദ്രമല്ലേ, അല്ലെങ്കിൽ യാത്രക്കാരുടെ കേന്ദ്രമോ മുസാഫിർ ഖാന, അതിൻ്റെ പേര് വഖഫ് ചെയ്യുക. യസ്രബ ലബനഹ, അതിൻ്റെ പാല് കുടിക്കാൻ വേണ്ടി മൻ നസ്ലഹു, അവിടെ താമസിക്കാൻ ഇറങ്ങുന്ന ആളുകൾ. ഔ ലിബാ നസ്ലുഹാലി മസാലിക്, അല്ലെങ്കിൽ അതിൽ നിന്നുണ്ടാകുന്ന സന്താനങ്ങളെ ആ റിബാത്തിൻ്റെ ഗുണകരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിൽക്കാൻ വേണ്ടിയൊക്കെ വഖഫ് ചെയ്യും. പക്ഷേ പാലിന് വേണ്ടി അല്ലെങ്കിൽ കുട്ടികളുണ്ടായി വിറ്റ് ഉപയോഗിക്കാൻ വേണ്ടി, നസ്ലി നല്ല സന്താനങ്ങളെ വിൽക്കപ്പെടാൻ വേണ്ടി, ലി മസ്വാലിഹി റിബാത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി. ഓക്കെ, ഇതൊക്കെയാണ് ഇപ്പോൾ സീറയുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു നാഫിയായ ഇൽമ് പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഇത് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുകയാണ്. വഖഫ്തു വ സബ്ബൽതു വ ഹബ്ബസ്തു കഥ അലാ കഥ, ഈ ഭൂമി ഞാൻ ഹബ്സ് ചെയ്തു, അലാ കഥ ഇന്നതിൻ്റെ മേൽ തന്നെ പള്ളീൻ്റെ മേൽ. ഔ അർലി മൗഖൂഫ, അങ്ങനെയും പറ്റും, എൻ്റെ ഭൂമി വഖഫാണ്, അലാ മസ്ജിദി, അല്ലെങ്കിൽ അർലി വഖഫുൻ അൽ മസ്ജിദി, അങ്ങനെ പറ്റും. തസദ്ദഖ്തു ബി കഥ അലാ കഥ എന്ന് പറയുകയും അതിൻ്റെ കൂടെ സദഖത്തൻ മുഹറമത്തൻ എന്നോ ഹറാമായ സദഖ, ആർക്കും എടുക്കാൻ പാടില്ലാത്ത സദഖ, മുഅബ്ബദൻ കാലാകാലത്തേക്കുള്ള സദഖ, സദഖത്തല്ല തുബാവു അല തൂഹബു, വിൽക്കാനും വെറുതെ കൊടുക്കാനും പാടില്ലാത്ത സദഖ എന്നും കൂടി കൂട്ടിക്കൊടുത്താൽ, അല്ലെങ്കിൽ അനന്തരം എടുക്കാൻ പാടില്ല, സ്വരീഹുൻ പിന്നെ സഹി, അതൊക്കെ വഖഫിൻ്റെ സ്വരീഹായ സീറയാണ്. അമിന സറാഹി ഖൗലു ജഅൽതു ഹാദിൽ മക്കാന മസ്ജിദൻ എന്ന് പറഞ്ഞാലും പള്ളിയാകും. വൈലം യഖുലില്ല എന്നോ വല അതാബി ഷൈഇ മിമ്മാ മറ, മുകളിൽ പറഞ്ഞ മറ്റുള്ള വാചകങ്ങളൊന്നും അവൻ പറഞ്ഞില്ലെങ്കിലും. ഞാൻ മസ്ജിദിലായിക്കോന്നില്ല വഖഫൻ, പള്ളിയാക്കി എന്ന് പറഞ്ഞാൽ പള്ളിയാവും, ഈ വേറൊന്നും പറയണ്ട, പള്ളിയല്ലാതെ വഖഫല്ലാതാവില്ലല്ലോ. ഈ വഖഫ്തുഹൂരി സ്വലാത്തി എന്ന് പറയുന്നത് സ്വരീഹു ബിൽ വഖഫത്തി, വഖഫാണ് എന്നതിൻ്റെ വ്യക്തമായ വാക്കാണ്. കിനായത്തുൻ ഒരു സാധ്യതാ വാക്കാണ്. ഫി ഖുസൂസിൻ മസ്ജിദി, പള്ളി മാത്രമാകുന്നതിൽ. ഫലാബുദ്ദമിൻ നിയ്യത്തി, അപ്പോൾ പള്ളിയിൽ നിന്ന് കൂടെ കരുതിയേ പറ്റൂ. ഫി ഗൈരിൽ മവാത്തി, ഉടമസ്ഥരില്ലാത്ത ഭൂമി അല്ലാത്തതിൽ. വനഖൽ ഖമൂലിയൻ റുയാനി വഖറഹു എന്നഹു ലോ അമറ മസ്ജിദൻ ഖറാബൻ, ഖറാബായ ഒരു പള്ളി ഒരാൾ നിർമ്മിച്ചു, വലം യഖഫ് ആലാത്തിഹി, അതിൻ്റെ ഉപകരണങ്ങൾ വഖഫ് ചെയ്തിട്ടില്ലെങ്കിൽ, കാനത്ത് ആരിയത്തിന് ലഹു, അത് ആ പള്ളിക്ക് വായ്പെടുത്തതാകും. എർജിയോ ഫിഹ മത്താശാണ് ഉദ്ദേശിക്കുമ്പോൾ തിരിച്ചു വാങ്ങാം. ഇനി ഇൻതഹ, ആ പറഞ്ഞു തീർന്നു. പള്ളിൻ്റെ ഹുക്കം സ്ഥിരപ്പെടില്ല. മിൻ സിഹത്തിന് ഇത്തിക്കാഫി ഉറമത്തിന് മുക്തിൽ മസ്ജിദ്, ജനാപത്തുകാർക്ക് താമസിക്കാൻ ഹറാമാണ്, ഇത്തിക്കാഫിരിക്കൽ സഹിയാണ് എന്ന് തുടങ്ങിയ പള്ളിൻ്റെ ഹുക്കുമൊന്നും സ്ഥിരപ്പെടില്ല. ലിമാ ഉദീഫ മിനല്ലാദിൽ മൗഖൂഫ് ത്യാലഹു, പള്ളിൻ്റെ ചുറ്റുഭാഗത്ത് മഖ്ഫ് ചെയ്യപ്പെട്ട ഭൂമിയിൽ നിന്ന് പള്ളിയിലേക്ക് കൂട്ടിച്ചേർക്കപ്പെട്ട സ്ഥലത്തിനെ ഇത് ഹത്തി ജയിലാ തൗസിയത്ത്, ഇത് വിശാലമാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ, ആവശ്യമുണ്ടെങ്കിൽ. അലാ മാഫ്താബി ഷെയ്ഖുൻ ബിസിയാദുമാരോ.
നേരത്തെ പറഞ്ഞത് മനസ്സിലായി. അന്നൽ വഖഫുലായിസില്ല ലഫ്ദില്ല സഹിയാവുലാൻ എത്തി ഫീഹി ഖിലാഫിൽ മുഅത്താത്തി വലായത്തി ഫീഹി. ഇവിടെ ലഫ്ദില്ലാതെ കൊടുക്കലും വാങ്ങലും മതി എന്ന അഭിപ്രായം എവിടെ വരില്ല. ഫലു ബന മസ്ബിനാൻ, അപ്പോൾ കെട്ടം നിർമ്മിച്ചു അലായത്തി മസ്ജിദ് പണ്ണിൻ്റെ ആകൃതിയിൽ. അതിനെ ഫീഖാവും ചിലാട് നിസ്കാരം നടത്താൻ സമ്മതം കൊടുത്താൽ ബഹ്റുൽ ബിദാലിക്കും വിളിക്കാതെ അവൻ്റെ ഉടമസ്ഥ നീങ്ങൂല, അത് പള്ളിയാവൂല എന്നർത്ഥം. ഖിലാഫി മാലൂബ ഈത്തിക്കാവിന് സമം കൊടുത്താൽ അപ്രകാരമല്ല. പിന്നെ യസ്യൂർ മസ്ജിദൻ. ഹബീമ ഫത്താവെ പറഞ്ഞു, ഒരു പള്ളിൻ്റെ മേൽനോട്ടക്കാരനോട് പറഞ്ഞു, ഈ എൻ്റെ ഭൂമിയിൽ നിന്ന് ഒരു കട്ട നീ പള്ളിക്ക് വേണ്ടി കട്ട മുറിച്ചോ എന്ന് പറഞ്ഞു. എതിരിവ് അങ്ങനെ മുറിച്ചാൽ പള്ളി വെച്ചാൽ അതിന് പള്ളിയെ ഹുക്കുണ്ടാവും. പള്ളിയാക്കി എന്ന് പ്രത്യേകം പറയണ്ട, അവന് പൊളിക്കാൻ പറ്റൂല. വലിയ സുലഭനപ്പതു അതേമാതിരി തിരിച്ചെടുക്കാമാണെങ്കിൽ നിർമ്മിക്കണതിന് മുമ്പ് ഇന്തഹ പള്ളീൻ്റെ കെട്ടിടത്തുമേ വെച്ചാൽ പിന്നെ പറ്റൂല. ശരി, അതേമാതിരി തന്നെയാണ് ഇത് യാത്രക്കാർക്ക് വേണ്ടി കുഴിക്കപ്പെടുന്ന കിണറും അസനീയം പറഞ്ഞ പ്രകാരം പള്ളിയും യുസ്രഫഖാനും മുസാഫർഖാനുകളൊക്കെ അങ്ങനെ തന്നെയാണ്. ഷെയ്ഖ് അബൂ മുഹമ്മദ് പറഞ്ഞു, അതുപോലെ തന്നെ ജനങ്ങളിൽ നിന്ന് കെട്ടിടം ജാബിയോ നിബാത്തോ ഉണ്ടാക്കാൻ വേണ്ടി പൈസ വാങ്ങിയാലേ ഫെസീർ കദാലിക്ക നിർമ്മിക്കൽ കൊണ്ട് മാത്രം അത് ആ കെട്ടിടമായി തീരും. ഇത് ചിലർക്ക് ലൈഫാന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറയണത് പറയണമെന്നോ. അതുപോലെ തന്നെ ബക്കറത്ത് പശുവിനെ വഖഫ് അലാ റിബാത്തിൻ മുസാഫർഖാനക്ക് ലിഷറബ ഹംരഹാദിൻ്റെ ഷറബ പാൽ കുടിക്കാൻ വേണ്ടി മൻ നസറഹ പള്ളിയിൽ താമസിക്കുന്നവർ യാത്രക്കടയിൽ, അല്ലെങ്കിൽ ലീബാൻ സുലാലി സ്വാലിയത്ത്, അല്ലെങ്കിൽ അതിൻ്റെ സന്താനങ്ങളെ പരമ്പരകളെ മസാലിഹി മുസാഫർഖാൻ്റെ നന്മകൾക്ക് വേണ്ടി വിനിയോഗ വയ്ക്കപ്പെടുകയാണെങ്കിൽ. സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് വാലി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ